ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മാത്സിലെ ആക്ടിവിറ്റി ബുക്കാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ആക്ടിവിറ്റി ബുക്ക് കിട്ടിയില്ലേ? ആക്ടിവിറ്റി ബുക്കിന്റെ പേരാണ് സ്വീറ്റ് മാത്ത്. ഇവിടെ എഴുതിയിരിക്കുന്നുണ്ടോ? ഇതാണ് നമ്മുടെ ആക്ടിവിറ്റി ബുക്കിന്റെ പേര്, സ്വീറ്റ് മാത്ത്. അപ്പം നമ്മുടെ മാത്സിലെ ആക്ടിവിറ്റി ബുക്കാണ് കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? മാത്സിലെ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ ക്ലാസ് കണ്ടതിന് ശേഷം ആക്ടിവിറ്റി ബുക്കിന്റെ ക്ലാസ് കാണുക, ആക്ടിവിറ്റീന്റെ ക്ലാസ് കാണുക. അപ്പം നമ്മുടെ ഒന്നാമത്തെ പാഠത്തിന്റെ പേരെന്താ? തിത്തിരി ആൻഡ് ഫ്രണ്ട്സ്. ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേര് തിത്തിരി ആൻഡ് ഫ്രണ്ട്സ്. അപ്പം നമ്മൾ തിത്തിരി ആൻഡ് ഫ്രണ്ട്സ് എന്ന ചാപ്റ്ററിന്റെ നമുക്ക് മാത്സിൽ രണ്ട് ടെക്സ്റ്റ് ബുക്കാണുള്ളത്. ഒന്ന് മാത്സ് ടെക്സ്റ്റ് ബുക്കും പിന്നെ മാത്സിന്റെ ആക്ടിവിറ്റി ബുക്ക് സ്വീറ്റ് മാത്ത് അല്ലേ. അപ്പം നമ്മുടെ തിത്തിരി ആൻഡ് ഫ്രണ്ട്സ് ഉള്ള ചാപ്റ്ററിന്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാ കൂട്ടരും കാണാത്ത നമ്മുടെ ക്ലാസ് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണുക. അതിനുശേഷം എന്ത് ചെയ്യുക? ആക്ടിവിറ്റീസിന്റെ ക്ലാസ് കാണുക. ഓക്കെ, ആക്ടിവിറ്റീസിന്റെ ക്ലാസ്സുകൾ ചെയ്ത് നോക്കുക. നമ്മൾ മാത്സ് മാത്രമല്ല മലയാളത്തിന്റെയും അതേപോലെ ഇംഗ്ലീഷിന്റെ എല്ലാത്തിൻ്റെ ആക്ടിവിറ്റീസിന്റെ ക്ലാസ്സുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ യൂണിറ്റ് ടെസ്റ്റിന്റെ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? യൂണിറ്റ് ടെസ്റ്റ് ക്ലാസ്സുകളൊക്കെ കാണുക, യൂണിറ്റ് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സബ്ജക്ട് ക്ലാസ്സുകളുടെ ലിങ്കും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പൊ നമുക്ക് തിത്തിരി ആൻഡ് ഫ്രണ്ട്സ് എന്ന ചാപ്റ്ററിന്റെ ആക്ടിവിറ്റീസ് നോക്കാം. ഇതാണ് ഒന്നാമത്തെ പേജ്, ഫസ്റ്റ് പേജ് ഇതാണ്. എന്തൊക്കെയാ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത്? എന്തൊക്കെയാ? രണ്ട് വീടുണ്ട് അല്ലെ, രണ്ട് വീടുണ്ട്, മരങ്ങൾ, രണ്ട് മരമുണ്ട്, പിന്നെ എങ്ങനെയാ, പിന്നെ എന്തൊക്കെയുള്ള കുറച്ച് കുട്ടികളുണ്ട്, ബോൾ ഉണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ എന്താണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്? നമുക്ക് അടുത്ത പേജ് നോക്കാം. ഇവിടെ എന്തൊക്കെയാ കാണുന്നത് നിങ്ങള്? ഒരു ചിത്രമാണ് അല്ലെ. ഇവിടെ കുറച്ച് ചിത്രങ്ങളിൽ കളർ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ രണ്ട് ബിൽഡിംഗ് ഉണ്ട്. ബിൽഡിംഗ് വെച്ചാൽ കെട്ടിടം എന്നാണ് നമ്മൾ പറയുക. രണ്ട് ബിൽഡിംഗ് ഉണ്ട്. എന്താണ് പിന്നെന്താ ഉള്ളത്? രണ്ട് ആൾക്കാർ നിന്നിട്ട് മാങ്ങ വലിക്കുകയാണ് അല്ലെ. എന്ത് ഉപയോഗിച്ച് ഇവർ മാങ്ങ വലിക്കുന്ന? തോട്ടി. ഇതിനെന്താ പറയാ? തോട്ടി എന്നല്ലേ ഇവര് മലയാളത്തില്. നമ്മുടെ ഇംഗ്ലീഷിൽ ഇവിടെ സ്റ്റിക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ, വടി എന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നെന്താ, ഈ രണ്ടുപേരും ഡ്രസ്സിന് കളർ ഇല്ല അല്ലെ, കളർ കൊടുത്തിട്ടില്ല. പിന്നെ ഒരു കുട്ടീന്റെ കയ്യിൽ രണ്ട് ബുക്ക് ഉണ്ട്. അപ്പൊ നമ്മൾ കളർ ചെയ്യുന്നതാണ് മെയിൻ ആയിട്ട് ഇവിടുത്തെ ആക്ടിവിറ്റി. പക്ഷെ വെറുതെ അങ്ങോട്ട് കളർ ചെയ്യല്ല, ഏത് കളറാണ് ഏതിലാണ് കൊടുക്കേണ്ടതെന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കളർ ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം ഈ ബിൽഡിങ്ങിന്റെ നോക്കാം കേട്ടോ, ഈ കെട്ടിടത്തിന്റെ നോക്കാം. കളർ ദി tall building rose, the short one yellow. അപ്പൊ ഈ ചുവപ്പ് കളറിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. tall, short. എന്താണ് tall, എന്താണ് short എന്ന് പറഞ്ഞാൽ? tall എന്ന് വെച്ചാല് നല്ല ഉയരമുള്ളതിന് എന്താ പറയാ? tall എന്ന് പറയും. ഉയരമില്ലാത്തത് എന്താണ്? short. ഓക്കെ, അപ്പോ ഇതിൽ ഏതാണ് ഉയരമുള്ളത്? tall ആയിട്ടുള്ളത് ഏതാ? തൊട്ട് കാണിച്ച് ഏതാ? കറക്റ്റ്, ഇതാണ് അല്ലെ ടോൾ ആയിട്ടുള്ളത്. അപ്പൊ ടോൾ ആയിട്ടുള്ള ബിൽഡിങ്ങിന് ഏത് കളർ കൊടുക്കണം? റോസ് കളർ കൊടുക്കണം. ഷോർട്ട് ആയിട്ടുള്ള ബിൽഡിങ്ങിന് യെല്ലോ കളർ കൊടുക്കണം. ഇതുപോലെ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എന്തും കൂടെ ചെയ്യണം? കളർ മാത്രം കൊടുത്താൽ പോരാ, പിന്നെ എന്തും ചെയ്യണം? ടോളിന്റെയും ഷോർട്ടിന്റെയും സ്പെല്ലിംഗ് കൂടെ പഠിക്കണം. ആദ്യം നമ്മൾ ടോളും ഷോർട്ടും എന്താന്ന് പഠിക്കുക, എന്നിട്ട് കളർ കൊടുക്കുക, ടോളിനും ഷോർട്ടിന്റെയും സ്പെല്ലിംഗ് പഠിക്കുക. ടോളിന്റെ സ്പെല്ലിംഗ് എന്താ? TALL ടോൾ. ഷോർട്ടിന്റെ സ്പെല്ലിംഗ് എന്താണ്? SHORT ഷോർട്ട്. അപ്പൊ ടോൾ എന്ന് വെച്ചാൽ ഉയരമുള്ളത്, ഷോർട്ട് എന്ന് വെച്ചാൽ ഉയരമില്ലാത്തത്. ഓക്കെ, അടുത്ത നമുക്ക് എന്ത് ചെയ്യാം? അടുത്തത് ഇവിടെ എന്താ കളർ കൊടുക്കേണ്ടത് നോക്കാം. ഇവരുടെ ഡ്രസ്സിന്റെ നോക്കാം. കളർ ദ ഡ്രസ് ഓഫ് ദ പേഴ്സൺ ഹോൾഡിംഗ് ദ ലോങ് stick orange and the short one violet. അപ്പൊ ഇവിടെ എങ്ങനെ കളർ കൊടുക്കേണ്ടത്? ലോങ് സ്റ്റിക്ക്, അതായത് ഈ ലോങ് സ്റ്റിക്ക് പിടിച്ച് നിൽക്കുന്നവർക്ക്, ലോങ് സ്റ്റിക്ക് എന്ന് വെച്ചാൽ നീളമുള്ള, ഇതിൽ രണ്ട് വടിയുണ്ട്, രണ്ട് സ്റ്റിക്കാണുള്ളത്, രണ്ട് വടികളാണുള്ളത്. അതായത് നീളമുള്ള വടി പിടിച്ച് നിൽക്കുന്ന ആളുടെ ഡ്രസ്സിന് ഓറഞ്ച് കളർ കൊടുക്കുക. അതുപോലെ അതാണ് നമ്മൾ നീളമുള്ളതിന് നമ്മൾ എന്ത് പറയും? നീളമുള്ളതിന് നമ്മൾ ലോങ് എന്ന് പറയും. ഇവിടെ കണ്ടോ ലോങ് എന്ന വേർഡ് കണ്ടോ? ലോങ്. നീളമില്ലാത്തതിനെ നമ്മൾ ഉയരമില്ലാത്തതിന് എന്താ പറയുക? ഷോർട്ട്. അത് തന്നെയാണ് നീളമില്ലാത്തതിനെയും പറയാ കേട്ടോ, ഷോർട്ട് എന്നാണ് പറയുക. ലോങ് പറഞ്ഞാൽ നീളമുള്ളത്. അപ്പൊ ആരുടെയാണ് നീളമുള്ളത്? ഇയാൾ, ഇവിടെയാണ് ഈ പേഴ്സന്റെയാണ്, ഇയാളുടെ. അപ്പൊ എന്ത് ചെയ്യണം? ഇത് ഓറഞ്ച് കളർ കൊടുക്കുക. ഇവർക്ക് എന്ത് കൊടുക്കുക? ഈ ഷോർട്ട് ആയിട്ടുള്ള സ്റ്റിക്ക് പിടിച്ച് നിൽക്കുന്നവർക്ക് വയലറ്റ് കളർ കൊടുക്കുക. ഓക്കെ, അടുത്തത് ഇതാ ഈ കുട്ടിന്റെ പേരാണ് മീനു. മീനുവിന്റെ കയ്യിൽ രണ്ട് ബുക്കാണുള്ളത്. കളർ ദ തിക്ക് ബുക്ക് ഇൻ മീനൂസ് ഹാൻഡ് റെഡ് ആൻഡ് തിൻ ബുക്ക് ബ്ലൂ. അപ്പൊ മീനുവിന്റെ കയ്യില് കട്ടിയുള്ള ബുക്ക്. തിക്ക് എന്ന് വെച്ചാൽ എന്താ? തിക്ക് എന്ന് വെച്ചാൽ കട്ടിയുള്ളത്, കനമുള്ളതല്ല, കട്ടിയുള്ളതിന് നമ്മൾ തിക്ക് എന്ന് പറയും. തിക്കായിട്ടുള്ള ബുക്ക് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് തിക്ക് ഇതാണ്. അപ്പൊ എന്ത് ചെയ്യുക? അതിന് റെഡ് കളർ, റെഡ് എന്ന് വെച്ചാൽ ചുവപ്പ് കൊടുക്കുക. കട്ടിയില്ലാത്തതിന് തിന്നായിട്ട്, കട്ടിയില്ലാത്തതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും? തിന്നെന്ന് പറയും. തിന്നായിട്ടുള്ള ബുക്കിന് നമ്മൾ എന്ത് കൊടുക്കുക? ബ്ലൂ കളർ. ബ്ലൂ എന്ന് വെച്ചാൽ നീല കളർ കൊടുക്കുക. അപ്പൊ നമ്മളിവിടെ പഠിച്ച കുറച്ച് ന്യൂ വേർഡ്സ് ഏതൊക്കെയാണ്? പുതിയ വാക്കുകൾ ഏതൊക്കെയാണ്? ടോൾ, ഷോർട്ട്, ലോങ്, പിന്നെന്താ പറഞ്ഞ? തിക്ക്, തിന്ന്.
ടോൾ എന്ന് പറഞ്ഞാൽ എന്താ? ഉയരമുള്ളത്. ഷോർട്ട് എന്ന് വെച്ചാൽ എന്താ? ഉയരമില്ലാത്തത്. അല്ലെങ്കിൽ നീളം കുറഞ്ഞതിന് നമ്മൾ എന്ത് പറയും? ഷോർട്ട് എന്ന് പറയും. നീളം കൂടിയതിനെ ലോങ് എന്ന് പറയും. കട്ടിയുള്ളതിനെ തിക്ക് എന്ന് പറയും. കട്ടിയില്ലാത്തത് തിന്ന്. ഓക്കെ, അപ്പൊ ഇത്രയും വേർഡ്സ് പഠിച്ചില്ലേ? എല്ലാത്തിനും സ്പെല്ലിംഗ് കൂടെ കൂട്ടത്തിൽ പഠിക്കുക. ഇനി എന്ത് ചെയ്യണം? നമ്മൾ കളേഴ്സും പഠിച്ചില്ലേ? ഇവിടെ പുതിയ കുറെ കളേഴ്സ് പഠിച്ചില്ലേ? റോസ്, അതുപോലെ യെല്ലോ. യെല്ലോ എന്ന് വെച്ചാൽ ഏത് കളറാ? യെല്ലോ എന്ന് വെച്ചാൽ മഞ്ഞ കളർ അല്ലെ. പിന്നെ ഏതാ നമ്മൾ പഠിച്ചത്? ഓറഞ്ച് കളർ. ഓറഞ്ചിന് മലയാളത്തിൽ എന്താ പറയാ? ഓറഞ്ച് തന്നെയാണ്. പിന്നെ വയലറ്റ് പറഞ്ഞു. പിന്നെ ഏത് പറഞ്ഞു? റെഡ്. ചുവപ്പിനെയാണ് റെഡ് പറയാ. ബ്ലൂ വെച്ചാൽ നീല. ഓക്കെ, നെക്സ്റ്റ് പേജ്. അതേപോലെ നമ്മൾ ഇപ്പൊ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യണം? ഇവിടെ പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യുക? ഈ കാണുന്ന ചിത്രങ്ങൾക്ക് കളർ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ അതുപോലെ നമ്മൾ കുറച്ച് ന്യൂ വേർഡ്സ് കൂടെ ഇവിടെയും കണ്ടോ? റെഡ് കളറിൽ എഴുതിയിരിക്കുന്ന ഇതൊക്കെ ന്യൂ വേർഡ്സ് ആണ് കേട്ടോ. ഇതൊക്കെ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് പഠിക്കുക. എന്താണ് അർത്ഥം എന്നും കൂടെ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം ഈ ചിത്രം നോക്കാം. വീടിന്റെ രണ്ട് മരങ്ങളിൽ നോക്കാം. കളർ ദ ലീവ്സ് ഓഫ് ദ ട്രീ far from the house yellow and the trunk black. Color the leaves of the tree near the house green and the trunk brown. Paint the house as you wish. അപ്പൊ എങ്ങനെ കളർ കൊടുക്കാനാ പറയുന്നത്? വീട് കണ്ടില്ലേ നിങ്ങൾ? ഇതാണ് വീട്. അപ്പൊ വീടിന് ദൂരെ, ഫാർ എന്ന് വെച്ചാൽ ദൂരെ, ദൂരെയായി കാണുന്ന മരത്തിന്. അപ്പൊ ഇതിൽ ഏത് മരമാണ് ദൂരെയായി കാണുന്നത്? വീടിന്റെ ദൂരെയുള്ള മരം ഏതാ? ഇതാണോ ഇതാണോ? ഇതാണ് അല്ലെ. അപ്പൊ ഈ ദൂരെ കാണുന്ന ഈ മരത്തിന്റെ ഇലകൾക്ക് മഞ്ഞ നിറവും യെല്ലോ കളറും ട്രങ്ക് എന്ന് വെച്ചാൽ എന്താ? മരത്തടി. ഈ തടീനെ പറയുന്നതാണ് ട്രങ്ക്. അപ്പൊ ഇത് ട്രങ്കിന് ബ്ലാക്ക് കളറുമാണ് കൊടുക്കേണ്ടത്. വീടിന്റെ അടുത്തുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ പറയാ നിയർ എന്നാണ് പറയാ. നിയർ, NEAR, നിയർ. നിയർ കാണുന്ന മരം ഏതാ? ഇതാണ് അല്ലെ. ഇതിന്റെ ഇലകൾക്ക് പച്ച നിറവും ട്രങ്കിന് ബ്രൗൺ എന്ന് വെച്ചാൽ മലയാളത്തിൽ തവിട്ട് നിറം എന്ന് പറയും. ബ്രൗൺ കളറും കൊടുക്കുക ഇതുപോലെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ പഠിച്ച വാക്കുകൾ ഏതൊക്കെയാണ്? ഫാർ, നിയർ. ദൂരെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഫാർ എന്ന് പറയും. അടുത്താണെങ്കിൽ നമ്മൾ എന്ത് പറയും? നിയർ എന്ന് പറയും. അടുത്തത് നെക്സ്റ്റ്, രണ്ട് ആടുകൾ കാണുന്നില്ലേ? ആടിന് എന്താ ഇംഗ്ലീഷിൽ പറയാ? ഗോട്ട് അല്ലെ. ഗോട്ട്. അപ്പൊ ഈ ആടുകൾക്ക് എങ്ങനെ കളർ കൊടുക്കേണ്ടത്? കളർ ദ ബിഗ് ഗോട്ട് ബ്രൗൺ ആൻഡ് ദ സ്മോൾ വൺ ബ്ലാക്ക്. അപ്പൊ ഇതിൽ ഏതാണ് ബിഗ്, ഏതാണ് സ്മോൾ? എന്താ ബിഗ് എന്ന് വെച്ചാ? ബിഗ് എന്ന് വെച്ചാൽ വലുത്. സ്മോൾ എന്ന് വെച്ചാൽ എന്താ? ചെറുത്. ചെറുതിന് നമ്മൾ സ്മോൾ എന്ന് പറയും. അപ്പൊ ഇതിൽ ഏതാണ് ബിഗ്, ഏതാണ് സ്മോള്? ഇതാണ് ബിഗ്, ഇത് സ്മോൾ അല്ലെ. വലുതും ചെറുതും. അപ്പൊ ബിഗ് ആയിട്ടുള്ള ഗോട്ടിന്, ഈ ഗോട്ടിന് എന്ത് കൊടുക്കുക? ഏത് കളർ കൊടുക്കണം? ബ്രൗൺ കൊടുക്കുക. നമ്മള് സ്മോൾ ഗോട്ട് എന്ന് വെച്ചാൽ ചെറിയ ഗോട്ടിന് എന്ത് കൊടുക്കണം? ഏത് കൊടുക്കുക? ബ്ലാക്ക് കൊടുക്കുക. ഇതുപോലെ ഇവിടെ നമ്മൾ വീടുണ്ടായിരുന്നു അല്ലെ. ഈ വീടിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം കൊടുക്കുക കേട്ടോ. പെയിന്റ് ദ ഹൗസ് ആസ് യു വിഷ് എന്നാണ് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം കൊടുക്കാം. അടുത്ത ഇവിടെ നോക്കൂ, ഒരു കുട്ടീന്റെ കയ്യിൽ, ഒരു ആൺകുട്ടീന്റെ കയ്യിൽ, ഒരു ബോയ് ആണ് അല്ലെ. ഈ ബോയിന്റെ കയ്യിൽ രണ്ട് സാധനങ്ങളാണ് ഉള്ളത്. കളർ ദി ഹെവി തിങ് ഇൻ മിലൻസ് ഹാൻഡ് ഗ്രീൻ ആൻഡ് ലൈറ്റ് വൺ റെഡ്. അപ്പൊ ഹെവിയും ലൈറ്റും. അപ്പൊ നമ്മൾ ഇവിടെ പഠിച്ച വാക്കുകൾ ഏതാ? ബിഗും സ്മോൾ അല്ലെ. ബിഗ് എന്ന് വെച്ചാൽ വലുത്, സ്മോൾ എന്ന് വെച്ചാൽ ചെറുത്. ബിഗിന്റെ സ്പെല്ലിംഗ് എന്താ പറഞ്ഞത്? BIG, ബിഗ്. സ്മോൾ SMALL, സ്മോൾ. അടുത്തത് ഹെവി എന്ന് വെച്ചാൽ കനമുള്ളത്, നല്ല കനമുള്ളത്. നമ്മൾ എന്താ പറയുക? ചിലപ്പോൾ നമ്മൾ വെയിറ്റ് ഉള്ളതെന്ന് പറയും, കനമുള്ളതെന്ന് പറയും. അത് നമ്മൾ എന്ത് പറയും? ഹെവി എന്നാണ് ഇംഗ്ലീഷിൽ പറയുക കേട്ടോ. ഹെവി. കനമില്ലാത്തതിനെ നമ്മൾ ലൈറ്റ് എന്നാണ് പറയുക. ഓക്കെ, അപ്പൊ ഇവിടെ കാണുമ്പോൾ അറിയണ്ടല്ലേ, കുട്ടിന്റെ കയ്യിൽ ബലൂണും ഉണ്ട്, ഒരു ചക്കയും. ചക്ക നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ജാക്ക് ഫ്രൂട്ട് എന്നാണ് പറയാ ഇംഗ്ലീഷിൽ. ചക്കയാണ് കുട്ടിന്റെ കയ്യിലുള്ളത്. അപ്പൊ ഈ ജാക്ക് ഫ്രൂട്ടിനല്ലേ വെയിറ്റ് കൂടുതൽ ഉണ്ടാവുക? ചക്കയ്ക്കാണോ ബലൂണിനാണോ വെയിറ്റ് ഉണ്ടാവുക? ചക്കയ്ക്കാണ് അല്ലേ. അപ്പൊ ചക്കയ്ക്ക് എന്ത് കളർ കൊടുക്കുക? ഗ്രീൻ. ഇവിടെ കാണുന്നത് ഹെവി ആണ്. ഹെവി, ഇത് നല്ല ഹെവി ആണ്, കനമുണ്ട്. അതുകൊണ്ടല്ലേ കുട്ടി ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന് എന്ത് കളർ കൊടുക്കുക? എന്ത് കളർ കൊടുക്കണം? ഗ്രീൻ കൊടുക്കുക. ഗ്രീൻ എന്ന് വെച്ചാൽ പച്ച കളറ്. ബലൂണിന് ഏത് കളറാണ് കൊടുക്കേണ്ടത്? ബലൂൺ വെച്ചാൽ വളരെ ലൈറ്റ് ആണ്, കാറ്റത്തൊക്കെ ഇങ്ങനെ പാറി കളിക്കും, ഇങ്ങനെ ആടുന്ന സംഭവമാണ് അല്ലെ. അപ്പൊ അത് ലൈറ്റ് ആണ്, വെയിറ്റ് ഒന്നും ഇല്ല, കനമൊന്നും ഇല്ലാത്തതാണ്. അതിന് റെഡ് കളർ കൊടുക്കുക ഇതുപോലെ. ഓക്കെ, നമ്മൾ ഈ പേജിൽ പഠിച്ച വാക്കുകൾ ഏതൊക്കെയാണ്? ഫാർ എന്ന് വെച്ചാൽ ദൂരെ, നിയർ എന്ന് വെച്ചാൽ അടുത്ത്, ബിഗും സ്മോളും. ബിഗ് എന്ന് വെച്ചാൽ എന്താ പറഞ്ഞത്? വലുത്. സ്മോൾ എന്ന് വെച്ചാൽ എന്താ? ചെറുത്. അടുത്ത് ഹെവി, ലൈറ്റ്. ഹെവി എന്ന് വെച്ചാൽ കനമുള്ളത് അല്ലെ. കനമുള്ളത്, ഭാരമുള്ളതാണ് നമ്മൾ ഹെവി എന്ന് പറയാം. അടുത്ത ലൈറ്റ് എന്ന് വെച്ചാൽ ഭാരമില്ലാത്തത്, കനമില്ലാത്തത് അല്ലെ. അങ്ങനെ അത് നമ്മൾ ലൈറ്റ് എന്ന് പറയും. നെക്സ്റ്റ് നമ്മൾ ഈ പാഠത്തിൽ നമ്മുടെ തിത്തിരി ആൻഡ് ഫ്രണ്ട്സ് ഉള്ള ചാപ്റ്ററിൽ നമ്മൾ 6 വർക്ക്ഷീറ്റുകളാണ് നമുക്കുള്ളത്. ഓക്കെ, ടോട്ടൽ 6 വർക്ക്ഷീറ്റ് ആണ് ഉള്ളത്. നമുക്ക് ഒന്നാമത്തെ വർക്ക്ഷീറ്റിൽ എന്താ പറയുന്നത് നോക്കാം. The teacher told you the story of ox and crane. ടീച്ചർ നിങ്ങളുടെ ക്ലാസ്സിലെ ടീച്ചർ ഒരു കഥ പറഞ്ഞു തരും. കഥയുടെ പേരെന്താ? ഫോക്സ് ആൻഡ് ക്രെയിൻ. ഫോക്സ് എന്ന് വെച്ചാൽ ആരാ? കുറുക്കൻ. ചിത്രത്തിൽ കാണുന്നില്ലേ? ഇതാണ് കുറുക്കൻ. ഇതാരാ? കൊക്ക് അല്ലെ. ഇംഗ്ലീഷില് കുറുക്കനെ നമ്മൾ ഫോക്സ് എന്ന് പറയും. അതുപോലെ കൊക്കിനെ, നിങ്ങൾ കൊക്കിനെയൊക്കെ കണ്ടിട്ടില്ലേ? പാടത്തിലും വയലിലും കുളത്തിന്റെ അടുത്തൊക്കെ കൊക്കുകളെ കാണാൻ കഴിയും. അപ്പൊ കൊക്ക് എന്ന് പറഞ്ഞ ഒരു ബേർഡ് ആണ് അല്ലെ, ഒരു പക്ഷിയാണ്. അപ്പൊ കൊക്കിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ക്രെയിൻ എന്നാണ് പറയാ. ഓക്കെ, ക്രെയിൻ.
അപ്പൊ ടീച്ചർ നിങ്ങൾക്ക് കുറുക്കന്റെയും കൊക്കിന്റെയും കഥ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതിലെ ചില ഭാഗങ്ങളാണ്, 2 ഭാഗങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്, 2 ചിത്രങ്ങൾ. അപ്പൊ അതിന്റെ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ടുള്ള ഇവിടെ ചോദ്യമുണ്ട്, ആ ചോദ്യത്തിന് കറക്റ്റ് ആൻസർ ടിക്ക് ചെയ്യാണ് ചെയ്യേണ്ടത്. ഹിയർ ആർ സം സീൻസ് ഓഫ് ദ സ്റ്റോറി. എന്ത് ചിത്രത്തിൽ കാണുന്നത്, നമ്മുടെ ക്രെയിനും ഫോക്സും ഇന്ന് വെള്ളം കുടിക്കുകയാണ് അല്ലേ, വെള്ളം കുടിക്കുകയാണ്. പുട്ട് എ ടിക്ക് മാർക്ക് ബിലോ ദ വെസൽ വിച്ച് ഇസ് ഫുൾ. അപ്പൊ 2 പാത്രം ഉണ്ട് അല്ലെ ഇവിടെ, ഈ ചിത്രം നോക്കുക. ഇതിൽ 2 ചിത്രത്തിൽ ഏത് പാത്രത്തിൽ വെള്ളമാണ്, ആരുടെ പാത്രത്തിൽ വെള്ളം ഫുൾ ആയിട്ടുള്ളത്? ഇവിടെ നമ്മുടെ ക്രെയിൻ ആണോ ഫോക്സ് ആണോ? ഫോക്സിന്റെയാണ് അല്ലെ, ഇതിലല്ലേ വെള്ളം കൂടുതൽ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം, ടിക്ക് ചെയ്യാം. അടുത്തത് നെക്സ്റ്റ്, രണ്ടാളുടെ പാത്രം നോക്കുക. പുട്ട് എ ടിക്ക് മാർക്ക് ബിലോ ദ വെസൽ വിച്ച് ഇസ് എംപ്റ്റി. ഇതിൽ ഏത് പാത്രമാണ് കാലി? എംപ്റ്റി. എംപ്റ്റി എന്ന് വെച്ചാൽ കാലിയായത്, അതായത് അതിലൊന്നും ഇല്ല, കാലിയായത്. ഇതിൽ ആരുടെ? അതും ഫോക്സിന്റെ തന്നെയാണ് അല്ലെ. അപ്പൊ അതും എന്ത് ചെയ്യുക, ടിക്ക്. അപ്പൊ ഇവിടെ നമ്മൾ പഠിച്ച വാക്കുകൾ എന്ന് പറയുന്നത് ഫുള്ളും എംപ്റ്റി ആണ് ഇവിടെ പറയുന്നത്. ഫുൾ എന്ന് വെച്ചാൽ നിറയെ ഉള്ളത് നമ്മൾ ഫുൾ എന്ന് പറയും. എംപ്റ്റി എന്ന് വെച്ചാൽ എന്താ, കാലിയായിട്ടുള്ളത്, അതിലൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, എംപ്റ്റി എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് വർക്ക്ഷീറ്റ് 2. വർക്ക്ഷീറ്റ് 2 കളർ കൊടുക്കുന്ന ഒരു ആക്ടിവിറ്റി കൂടിയാണ്. എന്താ നമുക്ക് നോക്കാം. ഹൗസ് ഹോൾഡ് അറ്റൻസിൽസ്. ഹൗസ് ഹോൾഡ് അറ്റൻസിൽസ് എന്ന് വെച്ചാൽ വീട്ടുപകരണങ്ങൾ. ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന സാധനങ്ങളാണ് അല്ലെ, ഗ്ലാസും കപ്പും അതുപോലെ ബക്കറ്റൊക്കെ, ഇതൊക്കെ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ, ഇതൊക്കെ നമ്മൾ ഹൗസ് ഹോൾഡ് അറ്റൻസിൽസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാ. some pictures have the same number of things, give the same color to this. 2 ഷെൽഫാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ ഷെൽഫിലും നമ്മൾ 2 ഷെൽഫിൽ നമ്മൾ നമ്പേഴ്സ് ആണ്, പാത്രങ്ങളിലെ നമ്പർ ആണ് നോക്കേണ്ടത്. അപ്പൊ ഒരേ നമ്പർ വരുന്ന പാത്രങ്ങൾക്ക് ഒരേ നിറം കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ നോക്കൂ, ഈ ഒരു ബക്കറ്റ് നോക്കിക്കേ. ബക്കറ്റ്, ഈ കോളത്തിൽ എത്ര ബക്കറ്റാണ് ഉള്ളത്? 1 ബക്കറ്റ് അല്ലേ, ഒന്നല്ലേ ഉള്ളൂ. അപ്പൊ ഇവിടെ നോക്കൂ, ഇതില് ഇതാ ഈ പോട്ട് നോക്കൂ. പോട്ട് എന്ന് വെച്ചാൽ നമ്മൾ ചട്ടി എന്നൊക്കെ പറയും. എന്താണ്, അപ്പൊ എന്താണ് ഈ പോട്ടിന് എത്ര പോട്ട് ഉണ്ട്? ഈ കോളത്തിൽ ഒന്നേ ഉള്ളൂ. അപ്പൊ ഇതും ഇവിടെ ഒന്നാണ്, ഇവിടെ ഒന്നാണ്. അപ്പൊ എന്ത് ചെയ്യാ, നമ്മൾ രണ്ടിനും ഒരേ നിറം കൊടുക്കുക. ഇവിടെ കൊടുക്കുന്ന നിറം തന്നെ എന്ത് ചെയ്യുക, ഇവിടെയും കൊടുക്കുക, ഒരേ നിറം കൊടുക്കുക. മനസ്സിലായല്ലോ? മാച്ച് ദ ഫോളോയിങ് പോലെ തന്നെയാണ് കേട്ടോ, ഒരേ നിറമാണ് ഇവിടെ കൊടുക്കേണ്ടത് മാത്രം. ഇവിടെ കണ്ടില്ലേ, 1 നമ്മൾ ബ്ലൂ കൊടുത്തു. അടുത്ത് നമ്മൾ 2, എവിടെ 2 പ്ലേറ്റ്സ് ഉണ്ട്, 2 പ്ലേറ്റ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ 2 പ്ലേറ്റ്സിന് നമ്മൾ എന്ത് ചെയ്തു, റെഡ് കൊടുത്തു. അപ്പൊ ഇവിടെയും 2 ഉള്ളത് എവിടെയാ, അല്ലേ. അപ്പൊ ഇത് നമ്മൾ റെഡ് കൊടുക്കുക. അതുപോലെ ഇവിടെ കണ്ടോ 3 എണ്ണം, 1 2 3. ഇവിടെയും 1 2 3 ഗ്രീൻ കൊടുത്തു. അടുത്തത് 1 2 3 4. ഇവിടെയും 4 കപ്പ്, ഇവിടെ 4 ഗ്ലാസ്, 1 2 3 4. അപ്പൊ ഇവിടെ നമ്മൾ യെല്ലോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 2 3 4 5 സ്പൂൺ, ഇവിടെ 5 പാൻ, 1 2 3 4 5 5 പാൻ. അപ്പൊ രണ്ടിന് നമ്മൾ എന്ത് കൊടുത്തു, വയലറ്റ് കൊടുത്തു. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം കൊടുക്കാം. നിറം കൊടുക്കുന്നതിലല്ല പ്രശ്നം, പക്ഷെ എന്ത് ചെയ്യണം, ഒരേ നമ്പറുള്ള സാധനങ്ങൾക്ക് ഒരേ കളറാണ് കൊടുക്കേണ്ടത്. മനസ്സിലായല്ലോ? നെക്സ്റ്റ് വർക്ക്ഷീറ്റ് 3. വർക്ക്ഷീറ്റ് 3 എന്താണ്? ലെറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ലഡു. ഇവിടെ ഒരു പാത്രത്തിൽ വെച്ചിരിക്കുന്ന സാധനം ഇതെന്താണെന്നറിയോ? ഇതാണ് ലഡു. അപ്പൊ നമ്മുടെ ശരിക്കും ഇത് വെള്ള കളർ ലഡു അല്ലേ ചോദിക്കരുത്, കാരണം ഇത് നമ്മൾ നിറം കൊടുക്കേണ്ടതാണ് കേട്ടോ. അപ്പൊ എന്താണ് ചെയ്യാൻ പറയുന്നത്? കളർ ആസ് മെനി ലഡൂസ് യെല്ലോ ആസ് ദർ ആർ ചിൽഡ്രൻ. ഇവിടെ ബെഞ്ചിൽ കുട്ടികൾ ഇരിക്കുന്നത് കാണുന്നില്ലേ? അപ്പൊ എത്ര കുട്ടികളായി ബെഞ്ചിൽ ഇരിക്കുന്നത് ഒന്ന് എണ്ണി നോക്കിയിട്ട് പറഞ്ഞേ, എത്ര കുട്ടികളാ? 1 2 3 4 5. 5 കുട്ടികളാണ് ഈ ബെഞ്ചിൽ ഇരിക്കുന്നത്. അപ്പൊ ഈ 5 കുട്ടികൾക്കും ഓരോ ലഡുവാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യണം, ഇവിടെ കുറെ ലഡു ഇല്ലേ, ഇതിൽ 5 ലഡുവിന് മാത്രം എന്ത് ചെയ്യുക, യെല്ലോ കളർ. നമ്മൾ പഠിച്ചതാണ് യെല്ലോ പറഞ്ഞ ഏത് നിറമാണ്? മഞ്ഞ കളർ അല്ലേ, മഞ്ഞ. അപ്പൊ യെല്ലോ കളറാണ്, നമ്മൾ 5 ലഡുവിന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഇവിടെ എന്ത് എഴുതണം, എത്ര ലഡുവിനെ കൊടുത്തത്, എത്ര കുട്ടികളുള്ളത്, 5 5. അപ്പൊ ഇവിടെ 5 എന്ന് എഴുതും കൂടി വേണം ഇതുപോലെ. ഓക്കെ, അടുത്തത് മേക്ക് ഗ്രൂപ്പ്സ്. സർക്കിൾ 2 umbrellas and make a group. ഇവിടെ 3 അംബ്രല്ല ഉണ്ട്, 1 2 3 umbrellas. അംബ്രല്ല എന്ന് വെച്ചാൽ എന്താ, കുട. നമ്മുടെ കയ്യിൽ കാണില്ലേ, കൊടനെയാണ് ഇംഗ്ലീഷിൽ അംബ്രല്ല എന്ന് പറയാം. അപ്പൊ ഇവിടെ 3 umbrellas ആണ് ഉള്ളത് അല്ലെ, അല്ല 3 എണ്ണം ഉണ്ട്. നമ്മൾ 2 എണ്ണത്തിന് ചേർത്ത് ഒരു വട്ടം വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. 2 എണ്ണത്തിനെയും ചേർത്തിട്ട്, അല്ലാതെ ഇതുപോലെ സെപ്പറേറ്റ് ഒരു വട്ടം വരയ്ക്കുക ഇങ്ങനെ ചെയ്യാനല്ല പറയുന്നത്. എന്ത് ചെയ്യാനാ പറയണത്, എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്ത തെറ്റാണ്. രണ്ടും കൂടി ചേർത്ത്, 2 അംബ്രല്ലയും കൂടെ ചേർത്ത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇത് 2 ചേർത്തിട്ട് വരച്ചാലും കറക്റ്റ് ആണ്. അപ്പൊ ഇങ്ങനെ 2 എണ്ണം ചേർത്ത് ഒരു വട്ടമാണ്, ഒരു സർക്കിളാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, അതേപോലെ തന്നെ സർക്കിൾ 3 ഷർട്ട്. ഇവിടെ കുറെ ഷർട്ട് ഉണ്ട് അല്ലെ, എത്ര ഷർട്ടാണ് ഉള്ളത്? 1 2 3 4 5 6 7 ഷർട്ട് ഉണ്ട്. 3 എണ്ണം ചേർത്ത് ഇതുപോലെ വട്ടം വരയ്ക്കുക. ഓക്കെ, അടുത്തത് സർക്കിൾ 5 ബോൾസ് ആൻഡ് കളർ. അപ്പൊ ഇവിടെ എത്ര ബോൾസ് ആണ് ഉള്ളത്? 1 2 3 4 5 6 7 8 9 ബോൾസ് ഉണ്ട്. ഇതിൽ ഏതേലും 5 ബോളുകൾ ചേർത്ത് എന്ത് ചെയ്യണം, വട്ടം വരയ്ക്കണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഓരോന്നോ 2 എണ്ണോ ചേർത്ത് ഇങ്ങനെ വട്ടം വരയ്ക്കാനല്ല പറയണത്. എന്താ ചെയ്യേണ്ടത്,
5 ചേർത്തിട്ട് 5 ബോൾസുകൾ ചേർത്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത് വട്ടം വരയ്ക്കേണ്ടത് 5 ബോളുകൾ ചേർത്ത് ഇതുപോലെ വട്ടം വരയ്ക്കുക ഓക്കെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ആയി വട്ടം വരച്ച ശേഷം അതിനെന്ത് ചെയ്യുക ആ 5 ബോളുകൾക്കും നിറം കൊടുക്കുക നമ്മൾ വട്ടം വരച്ച് വട്ടത്തിനുള്ളിലുള്ള 5 ബോളുകൾക്കും നിറം കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം ഓക്കെ അടുത്തത് വർക്ക്ഷീറ്റ് 4 paste bindis equal to the number given below bindis എന്താ bindis എന്ന് വെച്ചാൽ പൊട്ടുകളിനെയാണ് പറയുന്നത് നമ്മൾ നെറ്റിയിലൊക്കെ വെക്കില്ലേ പൊട്ട് അപ്പൊ അങ്ങനത്തെ പൊട്ടുകളിനെയാണ് നമ്മൾ ബിന്ദി എന്ന് പറയാം bindis ഓക്കെ അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം നമ്മൾ ചിത്രം വരയ്ക്കാനൊന്നും അല്ല പറയുന്നത് അവിടെ നമ്പറുകൾ കാണുന്നില്ലേ നിങ്ങൾക്ക് അറിയില്ലേ ഈ നമ്പേഴ്സ് ഏതൊക്കെയാണ് 1 2 3 4 5 ഇവിടെ കോളം ഉണ്ട് അല്ലെ 1ന്റെ നേർക്ക് ഒരു ബിന്ദി ഒട്ടിക്കുക ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു 2 പറയുമ്പോൾ 2 ഒട്ടിക്കുക 3 എന്ന് കാണുന്നിടത്ത് 3 ഒട്ടിക്കുന്നു അപ്പൊ അങ്ങനെ നമ്മൾ പൊട്ടുകൾ ഒട്ടിക്കുന്നതാണ് ഇവിടെ ചെയ്യേണ്ടത് 4 4 പറയുമ്പോൾ 4 ബിന്ദീസ് ഒട്ടിക്കുക 5 1 2 3 4 5 ഒട്ടിക്കുക അപ്പൊ ഇതുപോലെ എന്ത് ചെയ്യണം പൊട്ടുകൾ ഒട്ടിക്കുന്നതാണ് നമ്മുടെ വർക്ക്ഷീറ്റ് 4 അടുത്തത് ലെറ്റ്സ് കൗണ്ട് ആൻഡ് റൈറ്റ് ഇവിടെ കുറെ ചിത്രങ്ങൾ കാണുന്നില്ലേ അപ്പൊ ഓരോന്നും എണ്ണി നോക്കിയിട്ട് ഇവിടെ നേർക്ക് എന്ത് ചെയ്യണം എത്ര എണ്ണമാണ് ഉള്ളതെന്ന് എഴുതുക ഇവിടെ ഒരു ബൗൾ ഉണ്ട് അല്ലെ അപ്പൊ ഇത് എത്ര ഉള്ളത് 1 അപ്പൊ ഇവിടെ എന്താ ചെയ്യുക 1 എന്ന് എഴുതുക ഇവിടെ എത്ര ടെഡി ബിയർ ഉള്ളത് 1 2 3 ഇവിടെ ഹെലികോപ്റ്റർ കണ്ടോ ഹെലികോപ്റ്റർ ടോയ് ആണ് അല്ലെ അപ്പൊ ഇവിടെ നോക്കൂ എത്ര ഉണ്ട് 1 2 ഇവിടെ നോക്കൂ അടുത്ത ഡ്രംസ് എത്ര ഉണ്ട് 1 2 3 4 5 ബോൾസ് എത്രമാണ് 1 2 3 4 കണ്ടോ കൗണ്ട് ചെയ്യുക ഇതാണ് കൗണ്ട് ചെയ്യുക എണ്ണി നോക്കുക എണ്ണി നോക്കിയിട്ട് എഴുതുക നെക്സ്റ്റ് വർക്ക്ഷീറ്റ് 5 ലെറ്റ്സ് ഡ്രോ ടീത്ത് ഇവിടെ ഒരു കുട്ടിന്റെ മുഖം കാണുന്നില്ലേ ഫേസ് കാണുന്നില്ലേ അപ്പൊ ഈ കുട്ടിക്ക് എന്തില്ല കുട്ടി ചിരിക്കുകയാണ് അല്ലെ സ്മൈൽ ചെയ്യാണ് അപ്പൊ കുട്ടിന്റെ പല്ലുകൾ ഇവിടെ പല്ലുകൾ വരയ്ക്കുകയാണ് ചെയ്യേണ്ടത് ടീത്ത് വെച്ചാൽ പല്ല് വരയ്ക്കുകയാണ് ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ പല്ല് വരയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല എന്താണ് നമ്മൾ ഇങ്ങനെ വരയ്ക്കാൻ പാടില്ല അപ്പർ ടീത്തും ഉണ്ട് ലോവർ ടീത്തും മേലെയും താഴെയായിട്ടല്ലേ പല്ലുകൾ ഉള്ളത് അപ്പൊ ഇതെന്താ വെച്ചാൽ ഇങ്ങനെ മൊത്തത്തിൽ ചേർത്തിട്ട് ഇങ്ങനെ വരയ്ക്കരുത് അത് തെറ്റാണ് ഓക്കെ അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ താഴെയും മേലെയായിട്ട് വേണം പല്ലുകൾ വരയ്ക്കാൻ ഓക്കെ ഇതുപോലെ കണ്ടോ അപ്പൊ ഇങ്ങനെ നമ്മൾ വരച്ച് ഇത് വരച്ചത് നമ്മൾ അപ്പർ ടീത്ത് മേലെയുള്ള പല്ലുകൾ അപ്പർ ടീത്ത് താഴെയുള്ള പല്ലുകൾ ലോവർ ടീത്ത് അപ്പൊ നിങ്ങൾക്ക് എത്ര പല്ലുകളാണ് ഇങ്ങനെ വരയ്ക്കാൻ കഴിയുന്നത് അതാണ് നമ്മളോട് എഴുതേണ്ടത് ഇവിടെ നമ്മൾ അപ്പർ ടീത്ത് 5 വരച്ചു അപ്പൊ നിങ്ങൾക്ക് എത്ര എണ്ണം വരയ്ക്കാൻ പറ്റും അതാണ് ഇവിടെ വരച്ചിട്ട് നമ്പർ എഴുതേണ്ടത് ഓക്കെ ചിലർക്ക് 5 വരയ്ക്കാൻ പറ്റിയെന്ന് വരില്ല ചിലർക്ക് 4 ആവാം ചിലർക്ക് 6 ആവാം അപ്പൊ നിങ്ങൾ എത്ര പല്ലാണ് മേലെ വരച്ചത് അതാണ് ഇവിടെ എഴുതേണ്ടത് അപ്പൊ ലോവർ ടീത്ത് നമ്മൾ ഇവിടെ 4 വരച്ചു ഇവിടെ 4 എഴുതി കണ്ടില്ലേ അടുത്തത് ഡ്രോ ഡോട്ട്സ് ഓൺ ദ ലേഡി ബഗ് ഇവിടെ ഒരു വണ്ടിന്റെ ചിത്രം ഉണ്ട് അല്ലെ 4 വണ്ടികളുണ്ട് അപ്പൊ ആ വണ്ടികളുടെ മേലെ ഡോട്ട് വരയ്ക്കുന്നതാണ് ചെയ്യുന്നത് ഡോട്ടാണ് നമ്മൾ വരയ്ക്കുക ഡോട്ട് വെച്ചാൽ കുത്തിട് കണ്ടില്ല ഇതുപോലെ കുത്തുകൾ വരയ്ക്കുക ഡ്രോ ഡോട്ട്സ് ഓൺ ദ 2 wings ഓഫ് ദ ലേഡി ബഗ് ഇൻ ഡിഫറെന്റ് വേസ് ടു മേക്ക് ഇറ്റ് ഫൺ അപ്പൊ ഈ ഒരു ലേഡി ബഗിന് 2 ചിറകുകളാണുള്ളത് അപ്പൊ 2 ചിറകിലുമായിട്ട് നമ്മൾ ഡോട്ട് വരയ്ക്കണം ഡോട്ട് വരച്ചാൽ മാത്രം പോരാ അത് മൊത്തം നമ്മൾ കൂട്ടി നോക്കുമ്പോൾ ഉത്തരം എന്താ വരാൻ പാടുള്ളൂ 5 വരാൻ പാടുള്ളൂ 5 വരാൻ പാടുള്ളൂ അപ്പൊ ഒന്ന് ഇവിടെ ചെയ്ത് തന്നിട്ടുണ്ട് കൗണ്ട് ആൻഡ് റൈറ്റ് ദ നമ്പേഴ്സ് ഒന്ന് ചെയ്തിട്ടുണ്ട് ഇവിടെ നോക്കി ഈ ഒരു ഭാഗത്ത് 1 ഡോട്ടേ ഉള്ളൂ അപ്പൊ ഇവിടെ 1 എഴുതി ഇവിടെയോ 1 2 3 4 4 ഉണ്ട് ഇവിടെ 4 4 എഴുതി അല്ലെ ഇനി 1ഉം 4ഉം കൂടെ കൂട്ടി നോക്കിക്കേ 1 2 3 4 5 ഉത്തരം എത്രയാണ് 5 അടുത്തത് പോലെ വരയ്ക്കുക നമ്മൾ 2ഉം 3ഉം ആണ് എഴുതിയിരുന്നത് അപ്പൊ ഇവിടെ 2 വരയ്ക്കുക ഒരു ഭാഗത്ത് 2 വരച്ചു അടുത്ത ഭാഗത്ത് 3 വരച്ചു ഇനി എണ്ണി നോക്കൂ കൗണ്ട് ചെയ്ത് നോക്കൂ 1 2 3 4 5 ആൻസർ കിട്ടിയില്ലേ അടുത്തത് നമ്മൾ ഇവിടെ ഇവിടെ എത്ര വരച്ചു 3ഉം വരച്ചു 1 2 3ഉം വരച്ചു ഇപ്പുറത്ത് 2ഉം വരച്ചു 3ഉം 2ഉം കൂടെ പ്ലസ് ചെയ്ത് നോക്കൂ 1 2 3 4 5 ആൻസർ ഇവിടെ നമ്മൾ 4 എണ്ണമാണ് വരച്ചത് 1 2 3 4ഉം ഇവിടെ 1ഉം 4ഉം 1ഉം കൂടെ കൂട്ടി നോക്കിയാലും ഉത്തരം എന്താ കിട്ടുക 5 ആണ് കിട്ടുക മനസ്സിലായല്ലോ അപ്പൊ എങ്ങനെയൊക്കെ പല രീതിയിൽ നമുക്ക് പ്ലസ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യുന്ന സമയത്ത് കൂട്ടി നോക്കുമ്പോൾ 5 കിട്ടും അതാണ് നമ്മൾ ഇവിടെ ചെയ്തത് അടുത്തത് ലാസ്റ്റത്തെ വർക്ക്ഷീറ്റ് 6ാമത്തെ വർക്ക്ഷീറ്റ് ആണിത് ലീവ്സ് ഫ്ലവേഴ്സ് ആൻഡ് ബട്ടർഫ്ലൈസ് ഓക്കെ ബട്ടർഫ്ലൈസ് വെച്ചാൽ എന്താ പൂമ്പാറ്റകൾ അല്ലെ പൂമ്പാറ്റകൾ ഫ്ലവേഴ്സ് വെച്ചാൽ പൂക്കൾ ലീവ്സ് വെച്ചാൽ ഇലകൾ കട്ട് ആൻഡ് പേസ്റ്റ് ലീവ്സ് ആൻഡ് ബട്ടർഫ്ലൈസ് ഫ്രം പേജ് 53 കട്ട് ലേഡീസ് ഫിംഗർ ആൻഡ് ഡിപ്പ് ഇൻ പെയിന്റ് ടു പ്രിന്റ് ഫ്ലവേഴ്സ് അപ്പോൾ എന്ത് ചെയ്യാനാ പറയുന്നത് നമ്മുടെ പേജ് 53 ഇപ്പൊ നിങ്ങളുടെ വർക്ക്ഷീറ്റിലെ 53ാമത്തെ പേജ് കണ്ടോ നിങ്ങൾ ഈ 53ാമത്തെ പേജിൽ ഇതുപോലത്തെ ഇലകളെ നിങ്ങൾ കാണുന്നില്ലേ അപ്പൊ ഇതിലെ ഇലകൾ എന്ത് ചെയ്യണം ഇലകളെ ഇവിടുന്ന് ഇങ്ങനെ നിങ്ങൾ ടീച്ചർ പറയും നിങ്ങൾ ടീച്ചർ പറയുന്ന പോലെ എന്ത് ചെയ്യുക ഇവിടുന്ന് ഈ ഇലകളൊക്കെ എന്ത് ചെയ്യണം വെട്ടിയെടുത്തിട്ട് ഇവിടെ ഒട്ടിക്കുകയാണ് ചെയ്യേണ്ടത് അതുപോലെ ഈ ബട്ടർഫ്ലൈസിനും ഇവിടുന്ന് കട്ട് ചെയ്തെടുത്തിട്ട് എന്ത് ചെയ്യണം നമ്മുടെ ഈ പേജിലേക്ക് ഒട്ടിക്കുകയാണ് ചെയ്യേണ്ടത് അത് മാത്രം ചെയ്താൽ പോരാ നമ്മൾ ലേഡീസ് ഫിംഗർ എന്താ ലേഡീസ് ഫിംഗർ എന്ന് വെച്ചാൽ ഒരു പച്ചക്കറിയാണ് ഒരു വെജിറ്റബിൾ
പൂക്കളാണ്. ഓക്കെ, നമ്മൾ കറിയൊക്കെ വെക്കാൻ ഉപയോഗിക്കും. അപ്പൊ അതിന് മലയാളത്തിൽ നമ്മൾ പറയും വെണ്ടയ്ക്ക എന്ന് പറയും. ഓക്കെ, വെണ്ടയ്ക്ക എന്നൊക്കെ പറയും. അപ്പൊ ആ ഒരു വെജിറ്റബിൾ പ്രത്യേകത എന്താ വെച്ചാൽ അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരു പീസാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് കട്ട് ചെയ്യുമ്പോൾ പോലെ പൂക്കൾ പോലെയൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ടാവും. നമ്മളത് പെയിന്റിൽ മുക്കിയിട്ട് പേപ്പറിൽ ഇങ്ങനെ അമർത്തുമ്പോൾ അത് പൂ പോലെ നമുക്ക് ഉണ്ടാവും, പൂ പോലെ ഒരു ചിത്രം നമുക്ക് കിട്ടും. അപ്പൊ അതുപോലെ ലേഡീസ് ഫിംഗർ ഉപയോഗിച്ചിട്ട് പൂക്കളെ വരയ്ക്കാനാണ് പറയുന്നത്. ഇങ്ങനെ പെയിന്റിൽ മുക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ പ്രിന്റ് ചെയ്ത പോലെ ഇങ്ങനെ അമർത്തിക്കഴിഞ്ഞാൽ ഇവിടെ കുറെ ഫ്ലവേഴ്സ് ഒക്കെ നമുക്ക് വരയ്ക്കാൻ പറ്റും അല്ലേ. അപ്പൊ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇലകളും പൂമ്പാറ്റകളെയും ഒട്ടിക്കുക, പൂക്കളും നിങ്ങൾ വരയ്ക്കുക, നിങ്ങൾ ടീച്ചർ പറയുന്ന പോലെ ചെയ്യുക. എന്നിട്ട് ഇവിടെ എത്രണ്ണം ഉണ്ട് നമ്മൾ വരച്ചത് എഴുതും കൂടെ വേണം. കൗണ്ട് ഉണ്ട് കേട്ടോ, 5 ലീവ്സ് ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ 3 ഉണ്ട്, 2 ലീവ്സും കൂടെ വേണമായിരിക്കും അല്ലേ. അപ്പൊ ഇവിടെ നമ്മളെ ഒട്ടിച്ചതാണ് 1 2 3 4 5 ലീവ്സ് ഇവിടെ ഒട്ടിക്കാനുണ്ട് അല്ലെ. അപ്പൊ 5 ലീവ്സ് ഒട്ടിക്കുക. ഇവിടെ 5 എഴുതിയിട്ടുണ്ട്, 5 എഴുതിയിട്ടുണ്ട്. എത്ര ബട്ടർഫ്ലൈസ് ആണ് നമ്മളിവിടെ ഒട്ടിക്കുന്നത്? 2 അല്ലേ. പിന്നെ നിങ്ങൾ എത്ര ഫ്ലവേഴ്സ് ആണ് വരച്ചത് അതാണ് ഇവിടെ എഴുതേണ്ടത്. എത്ര ഫ്ലവേഴ്സ് ആണ് വരച്ചത് അത് ഇവിടെ എഴുതുക. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മൾ 6 വർക്ക്ഷീറ്റാണ് തിത്തി ആൻഡ് ഫ്രണ്ട്സ് നമ്മുടെ ചാപ്റ്ററിൽ ഉള്ളത്. നിങ്ങൾക്ക് എല്ലാ കൂട്ടുകാർക്കും എല്ലാ വർക്ക്ഷീറ്റുകളും മനസ്സിലായില്ലേ? നമ്മുടെ എല്ലാത്തെ ക്ലാസ്, നമ്മുടെ ആക്ടിവിറ്റി ബുക്കിന്റെ ക്ലാസ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായോ? ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്